ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരുന്നത് SSC GD 2022 കട്ട് ഓഫ് ആണ്. ഒരുപക്ഷെ ഒരുപാട് പേര് വെയിറ്റ് ചെയ്തിരുന്ന ഒരു അനാലിസിസ് അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് SSC GD 2022 കട്ട് ഓഫ് അനാലിസിസ് വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ കൃത്യമായ ഒരു ഐഡിയ നിങ്ങൾക്ക് SSC GD എക്സാം കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്ത് മാർക്സിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവർക്ക് കിട്ടുന്നതായിരിക്കും. നമ്മുടെ വീഡിയോ കാണുന്ന ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്, സാർ എത്ര മാർക്ക് വരും? പലരും മാർക്കൊക്കെ അയച്ചു തന്നിട്ട് നമ്മളോട് ചോദിക്കുന്നുണ്ട്, സാർ എത്ര മാർക്ക് വരും SSC GD 2022 എക്സാമിലെ കട്ട് ഓഫ് എന്ന്? കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫുമായിട്ടൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് ഒന്ന് പറയാമോ സാർ എന്നൊക്കെ ഒരുപാട് പേര് ചോദിച്ചു. അപ്പൊ മക്കളെ, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും ആഫ്റ്റർ ദി വീഡിയോ എനിക്കറിയാം മോസ്റ്റ് നിങ്ങൾ എക്സ്പെക്റ്റഡ് ആയിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ഒരു വീഡിയോ ആണ് എന്തെന്ന് പറയുന്നത്, കട്ട് ഓഫ് അനാലിസിസ് എന്ന് പറയുന്നത്. കൃത്യമായ ഒരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് ആഫ്റ്റർ ദ വീഡിയോ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. മറ്റ് ഒന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ പറഞ്ഞോട്ടെ. നമ്മുടെ SSC GDയുടെ വീഡിയോ ഒക്കെ അവസാനം കണ്ട കുറെ പേരുണ്ട്. അവർ സാർ ലാസ്റ്റ് ആണ് നിങ്ങളുടെ വീഡിയോ കാണാനായിട്ട് സാധിച്ചത്, എങ്കിൽ കൂടിയും നിങ്ങളുടെ വീഡിയോസ് ഒരുപാട് ഞങ്ങൾക്ക് ഹെൽപ്പ് ചെയ്തു SSC GD എക്സാമിന് എന്ന് പറഞ്ഞവരുണ്ട്. അവരോടെല്ലാം ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ മുന്നേ പറയുകയാണ്. മക്കളെ, SSC എക്സാം അതായത് SSC MDS എക്സാം വരുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ അഗ്നിവീറിന്റെ പാറ്റേൺ വരുന്നുണ്ടെന്ന് അറിയാം. ദിശ അക്കാഡമി ഉടനെ തന്നെ അൺഅക്കാഡമിയുമായി ചേർന്ന് ഓൺലൈനിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്ന രണ്ട് കോഴ്സുകളുടെ ഇൻഫർമേഷൻ ആണ് ഞാൻ നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഒന്ന്, SSC MDSന്റെ ഒരു ക്രാഷ് കോഴ്സ്, 45 ദിവസം വരുന്ന ഒരു ക്രാഷ് കോഴ്സ്. അതുപോലെ തന്നെ ഫോഴ്സിലേക്കുള്ള അഗ്നിവീർ സ്കീമിലേക്കുള്ള ഒരു കോഴ്സ്. ഇങ്ങനെ രണ്ട് കോഴ്സുകളാണ് ഉടനെ തന്നെ ദിശ അക്കാഡമി അൺഅക്കാഡമിയുമായി ചേർന്ന് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പോകുന്ന രണ്ട് ഓൺലൈൻ കോഴ്സുകൾ. അപ്പോ വളരെ ചിട്ടയായിട്ട് ഓഫ്ലൈൻ അക്കാഡമിയിൽ വന്ന് പങ്കെടുക്കാൻ സാധിക്കാത്ത, ഡയറക്റ്റ് ആയി വന്ന് പഠിക്കാൻ സാധിക്കാത്ത പല ആൾക്കാരും ഉണ്ടെന്നറിയാം. അവർക്ക് ഇതൊരു സുവർണ അവസരമാണ്. കൃത്യമായി ഈ ദിവസങ്ങൾക്കുള്ളിൽ ഓഫ്ലൈൻ ക്ലാസ്സിൽ എങ്ങനെ പഠിക്കുന്നോ അതേ ചിട്ടയോടുകൂടി തന്നെ അധ്യാപകർ നിങ്ങളുടെ ഫ്രണ്ടിലേക്ക് ലൈവ് ക്ലാസ്സുകളിലൂടെ എത്തുകയും നിങ്ങളുടെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുകയും നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽ തരികയും ചെയ്യുന്നു. അപ്പോ ഈ വിവരം അറിയേണ്ടവർക്ക്, ഈ കോഴ്സുകളെ പറ്റി അറിയേണ്ടവർക്ക് നമ്മുടെ അക്കാഡമിയുടെ നമ്പറുമായി കോൺടാക്ട് ചെയ്യുക. കോൺടാക്ട് ചെയ്താൽ കൃത്യമായി ഈ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് തരും. അതുപോലെ തന്നെ ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്തിട്ടുള്ളവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, ആ ഗ്രൂപ്പിലേക്ക് നിങ്ങളെ ആഡ് ചെയ്യുകയും ചെയ്യും. ബാക്കിയുള്ള അപ്ഡേറ്റ്സ് എല്ലാം നിങ്ങൾക്ക് അതുവഴി ലഭിക്കുന്നതായിരിക്കും. കൂടാതെ SSCയുടെ കോഴ്സുകൾ, SSCയുടെ ഫുൾ ടൈം കോഴ്സുകൾ, അതായത് 6 months കോഴ്സുകൾ, 1 year കോഴ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോ ആദ്യമേ ഈ വിവരങ്ങൾ നിങ്ങളോട് വളരെ സന്തോഷത്തോടുകൂടി പങ്കുവെച്ചുകൊണ്ട് ഞാൻ SSC GDയുടെ കട്ട് ഓഫിലേക്ക് കടക്കുകയാണ്. മക്കളെ, നിങ്ങൾ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്ന എക്സ്പെക്റ്റഡ് സേഫ് സ്കോർ എത്രയാണെന്ന് അറിയണമെങ്കിൽ വരൂ, ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നു. ആദ്യം എനിക്ക് പറയാനുള്ളത്, നമ്മളൊരു കൃത്യമായ അനാലിസിസിൽ കൂടെയാണ് ഇതിനെ നിർണ്ണയിക്കാനായിട്ട് പോകുന്നത്. 2021 നടന്ന SSC GDയുടെ വേക്കൻസി എത്രയാണെന്ന് അറിയണം മക്കളെ. 25,000-ഓളം വരുന്ന വേക്കൻസികളായിരുന്നു നമുക്ക് 2021 ഉണ്ടായിരുന്നത്. അതേ സ്ഥാനത്ത് ഈ വർഷം വന്നിരിക്കുന്ന വേക്കൻസിയുടെ എണ്ണം എത്രയാ? 46,000-ഓളം വേക്കൻസികളാണ് ഈ വർഷം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. വേക്കൻസി എത്രയായി? ഡബിൾ ആയി എന്ന് ഏകദേശം പറയാനായിട്ട് സാധിക്കും. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യമല്ലേ? കഴിഞ്ഞ വർഷം വന്ന ആപ്ലിക്കേഷൻ ഫോം 71 ലക്ഷമായിരുന്നെങ്കിൽ മക്കളെ ഈ വർഷം അത് കുറഞ്ഞു, 54 ലക്ഷത്തിലേക്ക് കുറഞ്ഞു. വേക്കൻസി കൂടി, അപേക്ഷിച്ചവരുടെ എണ്ണം കുറഞ്ഞു. അപ്പൊ എനിക്ക് പറയാനുള്ളത്, കഴിഞ്ഞ അത്രയും പേര് അപേക്ഷിച്ചെങ്കിലും 67% ആൾക്കാർ മാത്രമേ കഴിഞ്ഞ പ്രാവശ്യം പരീക്ഷ എഴുതിയുള്ളെങ്കിൽ ഈ വർഷം 70% ആൾക്കാർ പരീക്ഷ എഴുതി. ഏകദേശം 38 ലക്ഷം പേര്. ക്ലിയർ ആണ്? 38 ലക്ഷത്തോളം ആളുകൾ പരീക്ഷ എഴുതി. എത്ര വേക്കൻസിക്ക്? 46,000-ഓളം വേക്കൻസിക്ക്. അപ്പോ ആ ഒരു അനാലിസിസ് നിങ്ങളുടെ മൈൻഡിൽ വന്നു കഴിഞ്ഞല്ലോ. കഴിഞ്ഞ വർഷത്തെ വേക്കൻസി എത്രയാണ്? ഈ വർഷത്തെ വേക്കൻസി എത്രയാണ്? കഴിഞ്ഞ പ്രാവശ്യം എഴുതിയ കാൻഡിഡേറ്റ്സ് എത്രയാണ്? ഇപ്രാവശ്യം എഴുതിയ കാൻഡിഡേറ്റ്സ് എത്ര പേരാണ്? എത്ര പേര് എക്സാമിന് അറ്റൻഡ് ചെയ്തു? ഇവിടെ നിന്ന് നമുക്കൊരു ഇക്വേഷൻ പറയാൻ പറ്റും. 38 ലക്ഷത്തിന്റെ 10% ആൾക്കാരെ എങ്കിലും അവരെന്ത് ചെയ്യപ്പെടും? ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെടും. അതായത് എത്ര ശതമാനം? ഒരു 3,70,000 അല്ലെങ്കിൽ 80,000, അറൌണ്ട് 4 lakh എന്ന് ഞാൻ പറയും.
കാരണം ഫിസിക്കലൂടെ വേണ്ടി വരുന്ന എക്സാം ആണ്. അതുകൊണ്ട് ഒരു 4 ലക്ഷത്തോളം പേരെയെങ്കിലും ഏറ്റവും കുറഞ്ഞത് ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. അതിൽ കൂടാനേ ചാൻസ് ഉള്ളൂ. കാരണം SSC CGL എക്സാമിന്റെ റിസൾട്ട് ഇപ്പൊ വന്നു. ടയർ 1ന്റെ 36,000-ഓളം വേക്കൻസി ഉണ്ടായിരുന്നു. എത്ര പേരൊക്കെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു? ഏകദേശം 3 ലക്ഷത്തോളം ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു 36,000 വേക്കൻസിക്ക്. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഫിസിക്കലൂടെ വരുന്ന എക്സാം ആയിട്ട് 4 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരെ ഉറപ്പായിട്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമോ മക്കളെ? ഉറപ്പായിട്ടും ഷോർട്ട് ലിസ്റ്റ് ചെയ്യുമല്ലോ. ആ ഒരു കാര്യം ആദ്യമേ ക്ലിയർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കൊരു 10% വേക്കൻസി അല്ലെങ്കിൽ 12-13% 38 ലക്ഷത്തിൽ നിന്ന് ആൾക്കാരെ ഉൾപ്പെടുത്തുമെന്ന് നമുക്ക് ഉറപ്പിക്കാം. എന്തുകൊണ്ട്? ഇത്രയും വേക്കൻസി ഉണ്ടായതുകൊണ്ടും ഫിസിക്കൽ വരുന്ന എക്സാം ആയതുകൊണ്ടും. 2 കാര്യങ്ങൾ ക്ലിയർ ആയേ? ഇനി നമുക്ക് അറിയേണ്ടത് ക്വസ്റ്റ്യന്റെ പാറ്റേൺ ആയിരുന്നു. കഴിഞ്ഞ പ്രാവശ്യവും ഇപ്രാവശ്യവും തമ്മിൽ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം 100 ക്വസ്റ്റ്യൻ 100 മാർക്കാണ്. ഓരോ ക്വസ്റ്റ്യൻ ഓരോ മാർക്ക്. 90 മിനിറ്റ് ആയിരുന്നു മക്കളെ, 90 മിനിറ്റ് ആയിരുന്നു പരീക്ഷയെങ്കിൽ ഇപ്രാവശ്യം 80 ക്വസ്റ്റ്യൻസ് 160 മാർക്ക്, 80 × 2 160 മാർക്കായിരുന്നു നമുക്ക് ഇപ്രാവശ്യം ഉണ്ടായിരുന്നത്. ഇതൊരു വലിയ പാറ്റേൺ ചേഞ്ച് ആയിരുന്നു. ഇപ്രാവശ്യത്തെ 0.5 നെഗറ്റീവ് മാർക്ക് ഉണ്ടായിരുന്നു. ഇത് നമുക്ക് കൃത്യമായിട്ട് അറിയാം. 60 മിനിറ്റ് മാത്രമേ ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നുള്ളൂ. 80 ക്വസ്റ്റ്യൻസ് ചെയ്യാൻ 60 മിനിറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ശരാശരി പരീക്ഷ കഴിഞ്ഞിട്ട് വന്നവരുടെ കുറെ പേരുടെ ഫീഡ്ബാക്ക് ഞാൻ നേരിട്ട് ചോദിച്ചതും നമ്മളെ വിളിച്ച് പറഞ്ഞതുമായ ഫീഡ്ബാക്ക്, ഞാൻ ആവറേജ് ഫീഡ്ബാക്ക് ആണ് പറയുന്നത്. ഏകദേശം 40 മുതൽ 50 ക്വസ്റ്റ്യൻ വരെ അല്ലെങ്കിൽ 55 ക്വസ്റ്റ്യൻ വരെ കറക്റ്റ് ആയിട്ട് ചെയ്തവരും ചെയ്തിട്ടുള്ളവരും അല്ലെ 60 ക്വസ്റ്റ്യൻ വരെ അറ്റൻഡ് ചെയ്തിട്ടുള്ളവരുമായ ആൾക്കാരാണ് ഈ 80 ക്വസ്റ്റ്യൻസിൽ ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പോ ശരാശരി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. 40-നും 60-നും ഇടയ്ക്കുള്ള ക്വസ്റ്റ്യൻസ് ആണ് എന്ത് ചെയ്തിരിക്കുന്നത്, അറ്റംപ്റ്റ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ ആവറേജ് കേസാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ 40 ക്വസ്റ്റ്യൻ ഒരാൾ കറക്റ്റ് ചെയ്താൽ അയാൾക്ക് എത്ര മാർക്ക് ഉണ്ടാവും? 80 മാർക്ക് ഉണ്ടാവും. ആവറേജ് എന്ന് പറയുന്നത് 160ന്റെ പകുതി, 80 മാർക്കാണ് ഉണ്ടാവുക. ഓക്കെ, ക്ലിയർ ആണ്? 80 ക്വസ്റ്റ്യനിൽ 80 ക്വസ്റ്റ്യനും കറക്റ്റ് ചെയ്യുന്നവരൊക്കെ വളരെ കുറച്ചല്ലേ ഉണ്ടാവുക. അല്ലെങ്കിൽ 70-ന് മേളിൽ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്താൽ വളരെ തുച്ഛമായ ആൾക്കാരല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളൊരു ശരാശരി എടുത്തു 40-നും 50-നും ഇടയ്ക്ക് ആൻസർ ചെയ്ത ആൾക്കാർ. അപ്പോ അങ്ങനെയുള്ളവരുടെ മാർക്ക് എടുത്താൽ 40 ക്വസ്റ്റ്യൻ കറക്റ്റ് ചെയ്തവന്റെ ആൻസർ മാർക്ക് വരുന്നത് 80. അതായത് 40 ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്തവൻ 80 മാർക്കാണെങ്കിൽ ഒരു 40-നും 50-നും ഇടയ്ക്ക് ക്വസ്റ്റ്യൻ 50 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തവന് മാക്സിമം എത്ര മാർക്ക് വരെ പോകാം? 100 മാർക്ക് വരെ പോകാം. ഏറ്റവും കൂടുതൽ 100 മാർക്ക് വരെ പോകാം. എത്ര? 50 ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തവനാണ് 100 മാർക്ക്. അതായത് 80 ക്വസ്റ്റ്യനകത്ത് ഇപ്പൊ 55 ചെയ്തവന് ഒരു 4-5 ഒക്കെ തെറ്റ് വന്നാൽ ഈ 50 ക്വസ്റ്റ്യന്റെ 100 മാർക്കിൽ നിന്ന് പിന്നെയും താഴോട്ട് വരും. കറക്റ്റ് ആണോ? അപ്പം 50 റൈറ്റ് ആൻസേഴ്സിനാണ് 100 മാർക്ക് വരുന്നത്. ക്ലിയർ ആണേ? അപ്പൊ നമ്മുടെ കട്ട് ഓഫ് അത് വെച്ചിട്ട് ഞാനൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാം. അതിനു മുമ്പിട്ട് കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ് ഞാൻ പറയുക. മക്കളെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച്. ജനറലിന് 50 ആയിരുന്നു ഗേൾസിന്, 41 ആയിരുന്നു ബോയ്സിന് വന്നത്. നോക്കൂ മക്കളെ, 41 മാർക്ക്. എത്രയില്? 100-ലെ മാർക്കാണ് ഞാൻ ഈ പറയുന്നത്. 100-ല് 41 മാർക്കാണ് ജനറലിന് വന്നത്. ബോയ്സിന്, ഗേൾസിന് വന്നത് 50. എപ്പോഴും ബോയ്സിനേക്കാൾ ഒരു 10 മാർക്ക് കൂടുതലാണെന്ന് കൂട്ടിക്കും, ഗേൾസിന് വന്നിരിക്കുന്നതെന്ന് കൂട്ടിക്കും. അപ്പോ 41 മാർക്കായിരുന്നു. അപ്പൊ ആ ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ കിട്ടിയോ? 25,000 ആൾക്കാരെ മതിയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യം എത്ര വേണം? 45,000 ആൾക്കാരെ വേണം. മനസ്സിലായോ? അപ്പോ 100-ൽ 41 ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫ്. 25,000 എന്ന് പറയുമ്പോൾ ഒരു 2.5 ലക്ഷം പേരെ അവർ എടുത്തിട്ടുണ്ടാവും എന്ന് കരുതിക്കോ. ഓക്കെ, ക്ലിയർ? OBCക്ക് വന്നത് 40 ആയിരുന്നു മക്കളെ, ബോയ്സിന് 50 മാർക്ക് ഗേൾസിന് വന്നു. EWS കാറ്റഗറി ഒക്കെ വന്നപ്പോൾ 25 ബോയ്സിന് വന്നത്, ഗേൾസിന് വന്ന ജനറൽ കാറ്റഗറിയിൽ 37 വന്നത്. SC 34 വന്നു. ചിലയിടത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി വരും. 40 സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫിനെ പറ്റിയാണ് ഞാൻ സംസാരിക്കുന്നത്. ക്ലിയർ ആണ്? കേരള സ്റ്റേറ്റ് ബേസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ് വൈസ് കട്ട് ഓഫിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. 31 മാർക്ക് വരെ വന്നു, 41 വരെ ഗേൾസിന് വന്നു. അപ്പൊ ഞാൻ ആ കാറ്റഗറി തിരിച്ച് ഈ കാര്യം പറയുക. അങ്ങനെയാണെങ്കിൽ
ഞാൻ കൃത്യമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് വളരെ കൃത്യമായിട്ടുള്ള ഒരു പ്രഡിക്ഷൻ, മക്കളെ പ്രഡിക്ഷൻ ആണ് വരുന്നത്. ഇതാ നിങ്ങൾ കണ്ടോ, ഇതാണ് നമ്മുടെ പ്രഡിക്ഷൻ. ചോദിച്ചുകൊണ്ടിരുന്ന എല്ലാവർക്കും ഉള്ള ഒരു പ്രഡിക്ഷൻ ആണ്. 70 മുതൽ 85 മാർക്ക് വരെയാണ് നമ്മൾ പ്രഡിക്ട് ചെയ്യുന്നത്. ഏകദേശം 70 മാർക്ക് എന്ന് പറഞ്ഞാൽ 35 ക്വസ്റ്റ്യൻസ് കറക്റ്റ് ചെയ്യുന്നവന് 70 മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കും. അപ്പം ചോദിക്കും, സാർ ഇത് തീരെ കുറഞ്ഞു പോയില്ലേ? ഞാൻ വളരെ കൃത്യമായ അനാലിസിസിന് ശേഷം മാത്രമാണ് ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിച്ചത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, പല നാഷണൽ ലെവലിലുള്ള ചാനലുകളും അല്ലെങ്കിൽ പല ആളുകളും പറയുന്നത് 100 മാർക്ക് വരെയാണ്. നമ്മൾ 70 പറഞ്ഞു, മീഡിയാസ് അല്ലെങ്കിൽ നാഷണൽ ലെവലിലേക്ക് നോക്കുകയാണെങ്കിൽ 100 വരെ പ്രഡിക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ 70 പറയാൻ പല കാരണങ്ങളുണ്ട്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം CGL-ന്റെ കട്ട് ഓഫ് ആണ്. ഒന്നാമത്തെ എന്റെ പ്രഡിക്ഷൻ CGL കട്ട് ഓഫ് ആണ്. രണ്ടാമത്തെ എന്റെ പ്രഡിക്ഷൻ 45,000 വരുന്ന വേക്കൻസിയാണ്. അപ്പൊ ഇത് രണ്ടും വളരെ ബലം തരുന്ന രണ്ട് പ്രഡിക്ഷൻ കാറ്റഗറീസ് ആണ്. ഒന്ന്, CGL-ന് വന്ന കട്ട് ഓഫ് ഇപ്രാവശ്യം വളരെ കുറവ് കട്ട് ഓഫ് ആയിരുന്നു. ഏകദേശം 3.25 ലക്ഷം ആൾക്കാരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 45,000 വേക്കൻസി നമുക്കുണ്ട്. CGL-നുള്ളത് 37,000 വേക്കൻസി ആയിരുന്നു. അപ്പോഴാണ് 3 ലക്ഷം ആൾക്കാരെ ഉൾപ്പെടുത്തിയത്. 45,000 വേക്കൻസി നമുക്കുണ്ട് എന്ന് പറയുമ്പോൾ ഫിസിക്കൽ വേണ്ട എക്സാം ആവുമ്പോൾ നമ്മൾ 4 ലാക്ക് ആണ് എന്ത് ചെയ്യുന്നത്, പ്രതീക്ഷിക്കുന്നത്. എന്തിന്? നമ്മുടെ വേക്കൻസി, ടോട്ടൽ വേക്കൻസി. അങ്ങനെ വരുമ്പോൾ നമ്മുടെ പരീക്ഷ എഴുതിയ 38 ലാക്ക് ആൾക്കാരിൽ നിന്ന് 4 ലക്ഷം വരണമെങ്കിൽ നിങ്ങൾ പറ ഏകദേശം ഒരു 70 മാർക്ക്, 70 to 85. മക്കളെ, ചിലപ്പോ ഇതിലും കുറയും. പിന്നെ നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രഡിക്ഷനിൽ തന്നെ വരികയാണെങ്കിൽ ഈ റേഞ്ചിൽ തന്നെ നിൽക്കാനാണ് ചാൻസ്. ഇച്ചിരി കുറഞ്ഞു പോയിട്ടുള്ളവര് നിരാശപ്പെടേണ്ട, കൂടുതലുള്ളവർ ഒട്ടും നിരാശപ്പെടേണ്ട ആവശ്യമില്ല. കുറഞ്ഞ അല്പമൊക്കെ പോയിട്ടുണ്ടെങ്കിൽ 68 റേഞ്ചൊക്കെ വന്നിട്ടുള്ളവർ നിരാശപ്പെടേണ്ട, കാത്തിരിക്കുക. നിങ്ങളുടെ ഫിസിക്കൽ പഠനങ്ങൾ തുടരുക. ഫിസിക്കലിന് വേണ്ടിയിട്ടുള്ള ഗേൾസ് 75 മുതൽ 90 വരെയാണ് നമ്മൾ പ്രഡിക്ട് ചെയ്യുന്നത്. EWS കാറ്റഗറി 65 മുതൽ 80 വരെ ഞാൻ പ്രഡിക്ട് ചെയ്യുന്നു. പക്ഷേ അതിൽ നിന്നുമൊക്കെ കുറയാൻ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. EWS കഴിഞ്ഞ പ്രാവശ്യത്തെ റേറ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 60 മുതൽ 70 ഇടയ്ക്ക് വരെ വരാൻ ചാൻസ് ഉണ്ട്. ഞാൻ EWS-ന്റെ ഒരു കട്ട് ഓഫ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. ഇതൊരു പ്രഡിക്ഷൻ മാത്രമാണ്, ശ്രദ്ധിക്കുക. OBC 68 മുതൽ 83 വരെ, 68 മാർക്ക് വരെ, അതായത് 65 വരെ നമുക്ക് ആ റേഞ്ച് ചിലപ്പോൾ പോകാം. ഞാൻ പറയുകയാണ്. ഗേൾസിന് 10 മാർക്ക് നിങ്ങൾ കൂടുതൽ ഇട്ടോ, 10 മാർക്ക് നിങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചോ. SC/ST കാറ്റഗറിക്ക് ഈ 2 കൺവേർഷൻസ്, ഈ 2 മാർക്ക് കാറ്റഗറികൾ ശ്രദ്ധിക്കുക. ഒരു 55 മുതൽ 65 വരെയും 50 മുതൽ 60 വരെയും മാർക്കുകൾ പ്രതീക്ഷിക്കാവുന്നതാണ് SC/ST കാറ്റഗറിയിൽ. അപ്പോ ഞാൻ പറയുന്നു, ജനറൽ കട്ട് ഓഫ് ഒരു 70-നും 85-നും ഇടയ്ക്ക് നിങ്ങളുടെ കൃത്യമായ ഒരു വിഷനോടുകൂടി തന്നെയാണ് പറയുന്നത്. 70-നും 85-നും അതിനെ സാധൂകരിക്കുന്ന ചില വളരെ പ്രധാനപ്പെട്ട പോയിന്റുകളാണ് ഞാൻ പറഞ്ഞത്. CGL-ന് വന്ന കട്ട് ഓഫ്, നമ്മളുടെ വേക്കൻസി, ഇപ്രാവശ്യത്തെ കാൻഡിഡേറ്റ്സിന്റെ എക്സാം എഴുതിയവരുടെ എണ്ണക്കുറവ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോ ദിസ് ഈസ് ദ പ്രഡിക്ഷൻ ഓഫ് ദിശ അക്കാഡമി കേരള. അപ്പോ നിങ്ങൾ എല്ലാവരും കൃത്യമായിട്ട് ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഫിസിക്കൽ എന്ന് പറയുന്ന സെക്ഷന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറെടുക്കുക. നിങ്ങളുടെ പാർട്ട് നിങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് ഇനിയും എക്സാംസ് അവൈലബിൾ ആണെന്ന് അറിയാം. ഞാൻ പറഞ്ഞു, മക്കളെ, GD എഴുതി നിങ്ങൾ നിരാശപ്പെടേണ്ട കാര്യമില്ല. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്ക് വേണ്ടി SSC MDS-ന്റെ പരീക്ഷ വരുന്നുണ്ട്. 10ാം ക്ലാസ് യോഗ്യതയാണ്. അടുത്ത GD എക്സാം എഴുതുന്നതിന് മുമ്പ് നിങ്ങൾ ഈ MDS ഒന്ന് എഴുതി പ്രിപ്പയർ ചെയ്തൊന്ന് പഠിക്ക്. ഉറപ്പായിട്ടും അടുത്ത CHSL അല്ലെങ്കിൽ അതുപോലെ GD പോലുള്ള എക്സാംസ് നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റും. നിങ്ങൾ CRPF-ന്റെ എക്സാം എഴുത്, നിങ്ങൾ ഇന്റലിജൻസ് ബ്യൂറോയുടെ എക്സാംസ് എഴുതിക്കൊണ്ടിരിക്കുക, പഠിച്ചുകൊണ്ടിരിക്കുക. അല്ലാതെ പരീക്ഷ വരുമ്പോ പഠിക്കുന്ന ചില ആൾക്കാരുണ്ട്. മക്കളെ, 1-2 വർഷത്തിനുള്ളിൽ ജോലിക്ക് കയറണം എന്ന ഉദ്ദേശത്തോടു കൂടി
കൃത്യമായി പ്രാക്ടീസ് ചെയ്യുക. നമ്മുടെ നാട്ടിൽ നിന്ന് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ നാട്ടിൽ നിന്നുള്ള ആൾക്കാർ ഇപ്പം ഒരു ട്രെൻഡ് കൊണ്ടുവരുന്നുണ്ട്. നമ്മുടെ ചാനൽ കാണുന്ന എല്ലാവരും കയറണം, എല്ലാ ആൾക്കാരും എക്സാം ക്വാളിഫൈ ചെയ്യണം എന്ന ആഗ്രഹത്തോടു കൂടിയാണ് ദിശ അക്കാഡമി നിങ്ങളുടെ ഒപ്പം നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയുന്നത്, പ്രവർത്തിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും നമ്മുടെ എല്ലാവിധ സപ്പോർട്ടും കൂടെ ഉണ്ടാവും. പകരം നിങ്ങൾ എന്ത് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇതൊക്കെയാണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത്. നമ്മുടെ ഓരോ അധ്യാപകരെയും നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക, നമ്മുടെ കൂടെ നിൽക്കുക, മറ്റുള്ളവരിലേക്ക് നമ്മുടെ അക്കാഡമിയെ കുറിച്ച് നിങ്ങൾ സംസാരിക്കുക. അതൊക്കെയാണ് നമുക്ക് തരാൻ പറ്റുന്ന ഏറ്റവും വലിയ സന്തോഷം. ഞങ്ങൾ അഭിമാനം കൊള്ളുന്നത്. വളരെ സന്തോഷത്തോടു കൂടി ഒരിക്കൽ കൂടെ നമ്മൾ ഈ കട്ട് ഓഫ് അനാലിസിസ് നിങ്ങളുടെ മുന്നിലേക്ക് അവതരിപ്പിക്കുകയാണ്. വളരെ ആത്മവിശ്വാസത്തോടു കൂടി പഠിക്കുക. നിങ്ങൾ നാഷണൽ ലെവലിലുള്ള പല മീഡിയാസും കണ്ടിട്ട് ഒരുപക്ഷെ 100 മാർക്ക് എന്നൊക്കെ ചിന്തിച്ച് ടെൻഷൻ അടിക്കുന്നുണ്ടെങ്കിൽ വേണ്ട. നിങ്ങൾ നിങ്ങളുടെ ജോലി ചെയ്യും മക്കളെ. അടുത്ത പരീക്ഷകൾ നിങ്ങൾ കൃത്യമായി അതിനുവേണ്ടി ഒരുങ്ങൂ. നിങ്ങൾ ഒട്ടും ടെൻഷൻ വേണ്ട. നമ്മൾ പ്രെഡിക്റ്റ് ചെയ്തതുപോലെയാണ് കാര്യങ്ങളെങ്കിൽ നമ്മുടെ ഒരുപാട് വിദ്യാർത്ഥികൾ ഈ ഒരു ലിസ്റ്റിൽ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പോഴും പറയുന്നു, 2023 എന്ന് പറയുന്ന വർഷം ജോലി കിട്ടുന്ന വർഷമാകട്ടെ. ഇതിലേക്ക് വൈകി വന്നവരാരും വിഷമിക്കേണ്ട കാര്യമില്ല. തുടർന്ന് പഠിക്കുക. നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും അക്കാഡമിയുടെ ക്ലാസുകൾ നിങ്ങൾക്ക് എപ്പോഴും ഹെൽപ്പായിട്ട് കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ലൈക്കും നിങ്ങളുടെ ഷെയറും സബ്സ്ക്രൈബും മാത്രമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സപ്പോർട്ടാണ് ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ സന്തോഷത്തിന് എല്ലാവിധ മറുപടികളും പലപ്പോഴും തരാൻ പറ്റുന്നില്ല എന്നുള്ള വിഷമം മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരും കൂടെ ഉണ്ടാവുക. ഞാൻ ആദ്യമേ പറഞ്ഞ 2 എക്സാമുകളുടെ ലൈവ് ക്ലാസ്സസിനായി കാത്തിരിക്കുക. ആവശ്യമുള്ളവരെല്ലാം അക്കാഡമിയുമായി കോൺടാക്ട് ചെയ്യുക. നമ്മുടെ ട്രിവാൻഡ്രവും കൊട്ടാരക്കരയും നമുക്ക് അക്കാഡമികൾ ഉണ്ടെന്നറിയാം. ഓഫ്ലൈൻ പഠിക്കാൻ പറ്റാത്ത ആളുകൾ ഒരുപാട് പേരുണ്ട്. അവർക്ക് കൃത്യമായും ഉപകാരമാവും ദിശ അക്കാഡമി അക്കാഡമിയുമായി ചേർന്ന് നടത്തുന്ന ഈ ഓൺലൈൻ ക്രാഷ് കോഴ്സസ്. ഓക്കെ, താങ്ക് യു. ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.